ഇത് ആർത്താറ്റുപള്ളി. കലവറയിൽ വിശിഷ്ടമായൊരു വിഭവം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പുരാതനമായി ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ ചടങ്ങുകൾക്ക് ശേഷം നൽകി വരുന്ന ഒരു വഴിപാടാണ് കടുമാങ്ങ എന്ന ഈ വിഭവം. പെസഹ വ്യാഴാഴ്ച രാവിലെ തുടങ്ങുന്നു കടുമാങ്ങ തയ്യാറാക്കലിന്റെ ആദ്യ ഒരുക്കങ്ങൾ. ഏകദേശം 3000-3500 കിലോ മാങ്ങയാണ് ഇതിനായി കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്തിന്റെ വർഷങ്ങളായി നിലനിന്നു പോരുന്ന ഭക്ഷണ പാരമ്പര്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഭവം. ഇടവക ജനങ്ങളും മറ്റ് സുമനസ്സുകളും ചേർന്ന് മാങ്ങ കഴുകി മുറിച്ച് മാറ്റിവെക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം ദേവാലയത്തിന്റെ ചുമതലയുള്ള വൈദികർ സന്ധ്യാ നമസ്കാരത്തിനു ശേഷം ദേവാലയത്തിൽ നിന്ന് തിരുനാളം പകർന്ന് കടുമാങ്ങയൊരുക്കുന്ന അടുപ്പിലേക്ക് പ്രാർത്ഥനയോടെ തീ പകരുന്നു. കടുമാങ്ങ തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായ അനുബന്ധ ചേരുവകളെല്ലാം പകൽ സമയത്ത് തന്നെ ഒരുക്കി വച്ചിരിക്കും. ഇനി തയ്യാറാക്കലിന്റെ പ്രാരംഭഘട്ടം ആരംഭിക്കുകയാണ്. മുറിച്ചു മാറ്റിവെച്ച മാങ്ങകൾ വലിയ കുട്ടകളിലാക്കി തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നു. ശേഷം അവ തിരികെ കൊണ്ടുവന്ന് കടുമാങ്ങയൊരുക്കുന്ന വഞ്ചിയിലേക്കിട്ട് ചേരുവകൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. നാവിൽ ആസ്വാദനത്തിന്റെ രസമുകുളങ്ങൾ വിരിയിക്കുന്ന ഈ വിഭവത്തിന് നാനാദേശത്തു നിന്നും ആവശ്യക്കാർ ഏറെയാണ്. ദുഃഖവെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തലേദിവസം തയ്യാറാക്കി വെച്ച കടുമാങ്ങയിലേക്ക് അവസാന ചേരുവകൾ കൂടി ചേർക്കുന്നു. അന്നേ ദിവസം ദുഃഖവെള്ളിയാഴ്ചയുടെ ചടങ്ങുകൾക്ക് ശേഷം നൽകി വരുന്ന വഴിപാട് കഞ്ഞിയോടൊപ്പം കടുമാങ്ങയും നൽകുന്നു. കൂടാതെ ഭക്തജനങ്ങൾക്ക് ചെറിയ പാക്കറ്റുകളിലായും അധികം വേണ്ടവർക്ക് മുൻകൂറായി പണം നൽകി കൂപ്പൺ മുഖേനയും വിതരണം ചെയ്തു പോരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട അസുലഭമായൊരു രുചിക്കൂട്ടാണ് ഈ വിഭവം എന്നതിൽ യാതൊരു സംശയവുമില്ല. പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന ഇത്തരം തനതായ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ ചോർന്നു പോകാതെ നമുക്ക് ചേർത്ത് പിടിക്കാം.